നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ത്യ ഷോക്കറിൻ്റെ ഒരു വീഡിയോ ഒക്കെ സർവീസ് ചെയ്ത സമയത്ത് ഞാനൊരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിജിറ്റലായിട്ട് നമ്മൾ കമ്പോണൻസ് ചെക്ക് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അതിൽ കുറേ പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എവിടെ നിന്ന് കിട്ടിയേ, ഇതെങ്ങനെ വർക്കിംഗ് ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇതൊരു ഉപകാരപ്പെട്ട ഒരു സാധനമാണ് തുടക്കക്കാർക്ക്, ഇലക്ട്രോണിക്സ് മേഖലയിൽ തുടക്കം നടക്കുന്ന ആൾക്കാർക്ക് അടിപൊളി ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറയാം, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് തന്നെ ചെക്ക് ചെയ്യാൻ പഠിക്കുക. കാരണം ഇതൊന്നും എല്ലാ കാലത്തും നമുക്ക് പോസിബിളായി കിട്ടുന്നത് വെച്ചാൽ സാധനമല്ല. അപ്പോൾ നമ്മൾ പരമാവധി മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് തന്നെ ചെക്ക് ചെയ്യുക. ഇതിൽ പഠിക്കാൻ എളുപ്പമാണ്, നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പോണൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ലെഗ് വരുന്ന ഏത് കമ്പോണൻറ്റും ഇതിനകത്ത് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എളുപ്പത്തിൽ. മൾട്ടിമീറ്റർ ഒന്നും തന്നെ വേണ്ട, ഒരു വിധത്തിലുള്ള പ്രോസസ്സിങ്, സ്വിച്ച് കാർഡൊന്നും ചെക്കാനൊന്നുമില്ല, സെലക്ടർ ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, അതുപോലെ റെഗുലേറ്റർ ഐസികൾ, ട്രാൻസിസ്റ്ററുകൾ, PNP, NPN ട്രാൻസിസ്റ്ററുകൾ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ അയച്ചു തരാം. ഇത് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, അതിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ LCD ഡിസ്പ്ലേയും, അതുപോലെ 1, 2, 3, അതുപോലെ 1, 1 എഴുതിയൊരു 4 കോളവും, അതുപോലെ ഇതേപോലെ സംഭവം കാണാം 1, 2, 3, അതും ചെക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എളുപ്പം എപ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ പണ്ടത്തെ റേഡിയോ ബാറ്ററിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഉണ്ട്, പിന്നെ പുഷ് ബട്ടനും. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ 1, 2, 3 എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്ന വാല്യൂ. ബാക്കി ഒന്നും എല്ലാം കോമൺ ആണ്. അതായത് വലിയ റെസിസ്റ്ററിനൊക്കെ നീളം കൂടുതലായ കാരണം നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കൊടുത്തേക്കണേ. അപ്പോൾ ഒരു കാല് 1-ലും പിന്നെ 2, 3 ഏതിലും ഒന്നതിലും കൊടുത്തിട്ട് വേണം നമുക്ക് പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് നമ്മുടെ റെസിസ്റ്റർ ആണെന്നുള്ളത് കാണിച്ച് അതിൻ്റെ വാല്യൂം കാണിച്ചിട്ടുണ്ട്. ഇത്ര എളുപ്പമാണ്, നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിസ്റ്ററിന് 3 ലെഗാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് 1, 2, 3ലേക്ക് കൊടുക്കാം. അപ്പോൾ 1, 2, 3ലേക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ശരിക്കും വാല്യൂ. 1 എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ 1-ന് സാമ്യമായിരിക്കും ബാക്കിയുള്ള 4 1 കേട്ടോ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ചപ്പോൾ അത് NPN ട്രാൻസിസ്റ്ററാണെന്ന് കാണിച്ചു, പിന്നെ അതിൻ്റെ വാല്യൂസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഗൂഗിളിൽ ഇതിൻ്റെ വാല്യൂ അടിച്ച് നോക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ വെച്ച് അടിച്ചാൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കറക്റ്റാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അടുത്തത് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോണത് ഡയോഡാണ്. അപ്പോൾ ഈ ഡയോഡ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഡയോഡാണെന്ന് കാണിച്ചു, അതിൻ്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കറണ്ട് ഷോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡിസ്പ്ലേ അടിച്ച് പോയി. അപ്പോൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ആണ് എഴുതി കാണിച്ചാൽ അതിൻ്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. 233 UF ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കപ്പാസിറ്റർ നോക്കിയപ്പോൾ സെയിം വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ഓക്കെയാണ്. ഇനി ഇതൊരു ഷോർട്ടായൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഷോർട്ടായ എന്ത് സാധനവും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നതാണ് ഇങ്ങനെ. ഇപ്പോൾ ഷോർട്ടായ IC ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നോ അൺനോൺ ഓൺ ഡാമേജ്ഡ് പാട്ടെന്നായിരിക്കും കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചതിന് മറുപടിയാണ്. അപ്പോൾ എന്തൊക്കെ ഇത്രയുള്ളൂ. ബൈ. അപ്പോൾ ഇതിൻ്റെ വില വന്നത് 1300 രൂപയാണ് കേട്ടോ.